നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഒരാൾ മാത്രമല്ല, നമ്മുടെ കുടുംബത്തെ രക്ഷ പ്രാപിക്കണമെങ്കിൽ യേശുവിൽ വിശ്വസിച്ചാൽ മതി. വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. ശിക്ഷാവിധിയിൽ അകപ്പെടണമോ രക്ഷ പ്രാപിക്കണമോ നമ്മൾ തന്നെ ചിന്തിക്കുക. ഹല്ലേലൂയ. രക്ഷ പ്രാപിക്കുവാൻ ഒരേ ഒരു നാമം, യേശു എന്ന നാമം. നമ്മളെ ആരും രക്ഷിക്കുകയില്ല. നമ്മുടെ മാതാപിതാക്കളോ സഹോദരങ്ങളോ ഭാര്യയോ ഭർത്താവോ മക്കളോ സമൂഹമോ പണമോ ഒന്നും തന്നെ നമ്മളെ രക്ഷിക്കുകയില്ല. രക്ഷിക്കപ്പെടുവാൻ ഒരേ ഒരു നാമം, യേശു എന്ന നാമം മാത്രമേ ഉള്ളൂ. ആകാശത്തിന്റെ കീഴിൽ ഭൂമിയിൽ മാനവരക്ഷയ്ക്കായി യേശു എന്ന നാമമല്ലാതെ വേറെ ഒരു നാമവുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ വിളിച്ചു പറയുന്നത്, മറ്റൊരുത്തനും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ഒരേ ഒരു നാമം, നമ്മളെ രക്ഷിക്കുവാൻ ആരും തന്നെ കടന്നു വരികയില്ല. എന്നാൽ ഒരുവൻ കടന്നു വരും, നസറേയനായ യേശു. ആ യേശുവിൽ വിശ്വസിച്ചാൽ നമ്മൾ രക്ഷ പ്രാപിക്കും. ജീവനുള്ള ദൈവമാണ്. മനുഷ്യരുടെ പാപങ്ങൾക്ക് വേണ്ടി കുരിശിൽ തൂങ്ങപ്പെട്ട് മരിച്ച് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് എന്നും ജീവിക്കുന്ന ദൈവം, ജീവനുള്ള ദൈവമായതുകൊണ്ട് നമ്മുടെ അടുക്കലേക്ക് ഇറങ്ങി വന്ന് നമ്മളെ രക്ഷിക്കും, നമ്മളെ സഹായിക്കും, നമ്മളെ വിടുവിക്കും. നമ്മളെ നടത്തുന്ന ദൈവം ഒരേ ഒരു ദൈവം, നസറേയനായ യേശു. യേശു കർത്താവിൽ വിശ്വസിച്ചാൽ നമ്മൾ രക്ഷ പ്രാപിക്കും. സമാധാനത്തിന് വേണ്ടി, സന്തോഷത്തിന് വേണ്ടി ഓരോ മക്കളും നെട്ടോട്ടം ഓടുകയാണ്. എന്നാൽ യേശു കർത്താവ് പറയുന്നു, ഞാൻ നിങ്ങൾക്ക് സമാധാനം തരുന്നു, ലോകം തരുന്നത് പോലെയല്ല, നിത്യമായ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു എന്നാണ് പറയുന്നത്. ലോകം തരുന്ന സമാധാനം നശിച്ചു പോകും, അത് നിലനിൽക്കുകയില്ല. എന്നാൽ ദൈവം തരുന്ന സമാധാനം നിത്യ സമാധാനമാണ്, എന്നേക്കും നിലനിൽക്കുന്ന സമാധാനമാണ്. നമുക്ക് കുടുംബത്തിൽ സമാധാനമില്ലയോ, സമൂഹത്തിൽ സമാധാനമില്ലയോ? നമ്മൾക്ക് സമാധാനം വേണമോ? യേശുവിനോട് പ്രാർത്ഥിക്കുക. പ്രാർത്ഥിച്ചാൽ മാത്രം മതി, വിശ്വസിച്ചാൽ മാത്രം മതി, നമ്മൾ രക്ഷ പ്രാപിക്കും. നമുക്ക് സമാധാനം തന്നേച്ചു പോകുന്ന ദൈവമാണ്. ലോകം തരുന്നത് പോലെയല്ല. ലോകം തരുന്നത് മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ അടിമകളായി അല്പനേരത്തെ സമാധാനമാണ് നമ്മൾക്ക് കിട്ടുന്നത്. എന്നാൽ ഒന്നോർക്കണമേ, ആ മദ്യക്കുപ്പി തന്നെ എഴുതി വെച്ചിരിക്കുന്നു, ഇത് ആരോഗ്യത്തിന് ഹാനികരമെന്ന്. എന്നാൽ അത് കണ്ടിട്ട് കേട്ടിട്ട് അറിഞ്ഞുകൊണ്ടാണ് നമ്മൾ അത് ചെയ്യുന്നത്. നമ്മുടെ ആരോഗ്യം ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നു. കുടുംബത്തിൽ സമാധാനമില്ലാതെ വരുന്നു. മക്കൾക്ക് ഭയം, ഭാര്യയ്ക്ക് ഭയം, സമൂഹത്തിന് ഭയം, എല്ലാവർക്കും പേടിയാണ്. എല്ലാവരും നാശം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഒന്നോർക്കുക, സമാധാനം തരുന്ന ഒരു ദൈവമുണ്ട്, ജീവനുള്ള ദൈവമാണ്. ആ ജീവനുള്ള ദൈവത്തെ വിശ്വസിച്ചാൽ നമുക്ക് സമാധാനം കിട്ടും. ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ നമുക്ക് സമാധാനം കിട്ടും, രക്ഷ പ്രാപിക്കാം. നമ്മൾ എപ്പോഴും ദൈവത്തോട് കൂടെ ആയിരിക്കുക. ദൈവം നമ്മളോട് കൂടെ അടുത്ത് വരും. നമ്മൾ ഒരടി മുന്നോട്ട് നടക്കുമ്പോൾ രണ്ടടി അടുത്ത് വരുന്ന ദൈവമാണ്. നമ്മൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ നശിച്ചു പോകരുത്, നിത്യജീവൻ പ്രാപിക്കണമേ. നിത്യജീവൻ തരുന്ന ഒരേ ഒരു ദൈവം, നസറേയനായ യേശു. ആ യേശുവിന് മാത്രമേ നിത്യജീവൻ തരുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ ജീവൻ നഷ്ടപ്പെട്ടു പോകല്ലേ. ഈ ഭൂമിയിൽ മരണപ്പെട്ടു പോയാലും വീണ്ടും ഒരു ജീവിതമുണ്ട്. ആ ജീവനാണ് നിത്യജീവൻ എന്ന് പറയുന്നത്. ആ ജീവൻ നഷ്ടപ്പെടുത്താതെ നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുക. ദൈവം നമ്മളെ സഹായിക്കും. രോഗന്മാരിനെ ആശ്രയിക്കരുത്, സഹായിക്കാൻ കഴിവില്ലാത്ത മനുഷ്യപുത്രനും ആശ്രയിക്കരുതെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ദൈവം പറയുന്നു, ദൈവത്തിൽ ആശ്രയിക്കുക. ദൈവത്തിൽ ആശ്രയിക്കുന്നവരെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. പെറ്റമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കയില്ല എന്ന് വാഗ്ദത്തം ചെയ്ത ദൈവം വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ്, വാക്കു മാറാത്തവനാണ്. ഒരു നാളും വാക്കു മാറാത്ത ഒരേ ഒരു ദൈവം മാത്രമേ ഉള്ളൂ, നസറേയനായ യേശു. നമ്മുടെ എല്ലാവരും വാക്കുമാറും. ഭാര്യ വാക്കുമാറും, ഭർത്താവ് വാക്കുമാറും, മാതാപിതാക്കൾ വാക്കുമാറും, സഹോദരങ്ങൾ വാക്കുമാറും, മക്കൾ വാക്കുമാറും. എന്തിനു തന്നെ പറയുന്നു, എല്ലാവരും തന്നെ വാക്കുമാറും. എന്നാൽ വാക്കുമാറാത്ത ഓരോരുത്തരും നസറേയനായ യേശു. ആ യേശുവിൽ വിശ്വസിച്ചാൽ നമ്മൾ രക്ഷ പ്രാപിക്കും. നമ്മളെ രക്ഷിക്കുന്ന ദൈവം, നമ്മളെ സഹായിക്കുന്ന ദൈവം, നമ്മളെ അനുഗ്രഹിക്കുന്ന ദൈവം, നമ്മുടെ അടുക്കിലേക്ക് ഇറങ്ങി വരുന്ന ദൈവം, അത്ഭുത മന്ത്രിയാണ്, ഉയർന്ന ദൈവമാണ്, നിത്യപിതാവാണ്, സമാധാനത്തിന്റെ പ്രഭുവാണ്. സമാധാനം തരുന്ന ഒരേ ഒരു ദൈവം, അത്ഭുതം ചെയ്യുന്ന ഒരേ ഒരു ദൈവം, കുരുടിന് കാഴ്ച കൊടുത്ത ദൈവം, ചെകിടിന് കേൾവി കൊടുത്ത ദൈവം, ഊമിനെ സംസാരിക്കുമാറാക്കിയ ദൈവം, ചെകിടിന് കേൾവി കൊടുത്ത ദൈവം, മുടന്തനെ നടക്കുമാറാക്കിയ ദൈവം. ആ ഒരു ദൈവത്തിന്റെ പേരാണ് നസറേയനായ യേശു എന്ന്. ആ യേശുവിൽ വിശ്വസിച്ചാൽ, ആ യേശുവിനോട് പ്രാർത്ഥിച്ചാൽ നമ്മൾ രക്ഷ പ്രാപിക്കും. സമാധാനം കിട്ടും, സന്തോഷം കിട്ടും, ആത്മാവിന്റെ ഫലം പ്രകടിക്കുവാൻ നമ്മളെ സഹായിക്കും. നമ്മൾ സ്നേഹമാണ്,
നമുക്ക് ചെയ്യേണ്ടത്. സ്നേഹിക്കാനാണ് ദൈവം പറയുന്നത്. അന്യോന്യം സ്നേഹിക്കുക, ശത്രുക്കളെ സ്നേഹിക്കുക, ശത്രുക്കളെ സ്നേഹിച്ച് അവർക്ക് വേണ്ടി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. എന്നാൽ ഇപ്പോൾ നമുക്കറിയാം, ശത്രുക്കളെ കണ്ടാൽ നമുക്കൊന്ന് നോക്കാൻ പോലും പറ്റത്തില്ല. ആർക്കും ഒന്ന് ചിരിക്കാൻ നേരമില്ല, സന്തോഷമില്ല, സമാധാനമില്ല, ആരും ആരെയും അറിയില്ലാത്ത അവസ്ഥ. എന്നാൽ ഒന്നോർക്കുക, ദൈവ സ്നേഹമുണ്ടെങ്കിൽ എല്ലാവരോടും സ്നേഹത്തോടെ ആയിരിക്കാൻ കഴിയും. ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടെങ്കിൽ, ദൈവം നമ്മുടെ ഹൃദയത്തിൽ വസിച്ചാൽ നമുക്ക് എല്ലാവരെയും സ്നേഹത്തോടെ കഴിയുവാനായിട്ട് സാധിക്കും. സ്നേഹത്തോടെ ഇടപെടുവാൻ സാധിക്കും. നമുക്ക് നന്മ ചെയ്യാൻ സാധിക്കും. നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ സാധിക്കും. എന്നാൽ ഇതെല്ലാം ചെയ്യാനാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്, വേറൊന്നും ചെയ്യുവാനല്ല. ശത്രുക്കളെ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്ന ദൈവം, നമ്മൾ നന്മ ചെയ്യാൻ പഠിപ്പിക്കുന്ന ദൈവം, സ്നേഹിക്കാൻ പഠിപ്പിക്കുന്ന ദൈവം, സന്തോഷിക്കാൻ പഠിപ്പിക്കുന്ന ദൈവം. നിങ്ങൾ എപ്പോഴും സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും നിങ്ങളോട് പറയുന്നു എന്നാണ് പറയുന്നത്. നമ്മൾ രോഗത്തിലായിരുന്നാലും, കഷ്ടത്തിലായിരുന്നാലും, ദുഃഖത്തിലായിരുന്നാലും, പ്രയാസത്തിലായിരുന്നാലും നമ്മൾക്ക് സന്തോഷം തരുന്ന ഒരു ദൈവമാണ്. സന്തോഷിക്കാൻ പറ്റും നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ചാൽ. ദൈവത്തോട് കൂടെ ആയിരുന്നാൽ നമുക്ക് എപ്പോഴും സന്തോഷം ലഭിക്കും. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, യേശു കർത്താവിൽ ആശ്രയിക്കുക, യേശു കർത്താവിൽ വിശ്വസിക്കുക, യേശുവിനോട് പ്രാർത്ഥിക്കുക. ദൈവം നമ്മളെ അനുഗ്രഹിക്കും, നമ്മളെ സഹായിക്കും, നമ്മളെ കൈപിടിച്ച് നടത്തും. രോഗത്താൽ ഭാരപ്പെടുന്നവരാണോ? പ്രാർത്ഥിക്കുക. സമാധാനമില്ലാത്തവരാണോ? പ്രാർത്ഥിക്കുക. കുടുംബ സമാധാനമില്ലേ? നിങ്ങൾ പ്രാർത്ഥിക്കുക. ദൈവത്തിൽ വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് കുടുംബ സമാധാനം ലഭിക്കും. നിങ്ങളെ കൈവിടുകയില്ല. ഒരു നാളും കൈവിടാത്ത ഒരു ദൈവം, എന്നും നമ്മളെ മാറോട് ചേർത്ത് നമ്മളെ നടത്തുന്ന ദൈവം, നമ്മളെ കൈപിടിച്ച് നടത്തുന്ന ദൈവം, ഒരു നാളും ഉപേക്ഷിക്കാത്ത ദൈവം. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ശ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാണ് എന്ന് പറഞ്ഞ ദൈവം. അതെ, ഭയപ്പെടേണ്ട എന്ന് 365 പ്രാവശ്യം ബൈബിളിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഓരോ ദിവസവും നമ്മളോട് പറയുന്നുണ്ട്, നിങ്ങൾ ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട എന്ന്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ വിളിച്ചു പറയുന്നത്, നിങ്ങൾ ഭയപ്പെടേണ്ട. നമ്മൾ ഓരോരുത്തരും ഭയപ്പെടേണ്ട, ദൈവത്തിൽ ആശ്രയിക്കുക. ദൈവം നമ്മളോട് കൂടെയുണ്ട്. ദൈവനുള്ള ദൈവമായതുകൊണ്ട് എപ്പോഴും നമ്മുടെ അടുക്കലുണ്ട്. നമ്മളെ കൈപിടിച്ച് നടത്തുന്ന ദൈവം, നമ്മളെ സഹായിക്കുന്ന ദൈവം, നമ്മളെ അനുഗ്രഹിക്കുന്ന ദൈവം, നമ്മളെ തലോടുന്ന ദൈവം. ആ ദൈവത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥിച്ചാൽ മാത്രം മതി. ദൈവം നമ്മളെ സഹായിക്കും. നമ്മുടെ മക്കൾക്ക് ദൈവത്തെ കൊടുത്ത് വളർത്തുക. നമ്മൾ എന്തെല്ലാം കൊടുത്താലും നമുക്ക് ആ മക്കൾ നശിച്ചു പോയാൽ എന്താണ് പ്രയോജനമുള്ളത്? എന്നാൽ ദൈവത്തെ കൊടുത്താൽ നശിച്ചു പോകുകയില്ല, നിത്യജീവൻ പ്രാപിക്കും, സമാധാനത്തിൽ വളരും, സന്തോഷത്തിൽ വളരും. ആ മക്കളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുക. ഈ നശിച്ചുകൊണ്ടിരുന്ന ലോകത്താണ് നമ്മളായിരിക്കുന്നത്. ഈ ലോകം നശിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ നശിച്ചു പോകരുത്. നിത്യജീവൻ പ്രാപിക്കണമേ. ഈ ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകും. ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നവനോ എന്നേക്ക് നിലനിൽക്കും. അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ച്, ദൈവത്തിൽ വിശ്വസിച്ച്, ദൈവത്തോടു കൂടെ ആയിരിക്കുക. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, നിങ്ങൾ എന്റെ അടുക്കൽ വരുകയും ഞാൻ നിങ്ങളെ ആശ്വാസം തരാമെന്ന് പറഞ്ഞ ദൈവം, ആശ്വസിപ്പിക്കാമെന്ന് പറഞ്ഞ ദൈവം വേറെ ആരുണ്ട്? ആശ്വാസം തരുന്ന ദൈവമാണ്. അധ്വാനമാണോ, ഭാരമാണോ, എന്താണെങ്കിലും നമുക്ക് ആശ്വാസം കിട്ടും. നമ്മൾ ആ ദൈവത്തിന്റെ അടുക്കിലേക്ക് വന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ മതി, ദൈവത്തിൽ വിശ്വസിച്ചാൽ മതി. വിശ്വസിച്ചാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അത് രക്ഷിക്കപ്പെടുവാൻ ഒരേ ഒരു നാമം, ആകാശത്തിന്റെ കീഴിൽ ഭൂമിയിൽ മാനവരക്ഷയ്ക്കായി യേശു എന്ന നാമമല്ലാതെ വേറൊരു നാമവുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ വിളിച്ചു പറയുന്നത്. ഞങ്ങളുടെ ജീവിതത്തിലും അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗസൗഖ്യവും ഒക്കെ ലഭിച്ചതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ തെരുവോരങ്ങളിൽ നിന്ന് വിളിച്ചു പറയുന്നത്. ഞങ്ങൾക്ക് പറയാതിരിക്കാനായിട്ട് സാധിക്കുകയില്ല. നിങ്ങളെയും ദൈവം അനുഗ്രഹിക്കും, സഹായിക്കും, വിടുവിക്കും, ആശ്വാസം തരും, സന്തോഷം തരും, സമാധാനം തരും, കുടുംബ സമാധാനം തരും. നമ്മൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ നമ്മൾ എത്ര പ്രാവശ്യം ഒരു ദിവസം ശ്വാസം വിടുകയും എടുക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഒന്നോർക്കുക, ഇതെല്ലാം സൗജന്യമല്ലേ, ദൈവം തരുന്ന ദാനമല്ലേ. നമ്മൾ ഈ ശ്വാസം നിലച്ചു പോയാൽ അതുകൊണ്ട് തീർന്നു പോയില്ലേ? ഈ ലോകത്തിൽ എന്തെല്ലാം സമ്പാദിച്ചാലും നമ്മൾക്ക് അതൊന്നും കൊണ്ടുപോകാൻ സാധിക്കുമോ? എന്താണ് പ്രയോജനമുള്ളത്? ബൈബിൾ പറയുന്നു, ഈ ലോകം മുഴുവൻ നേടിയായാലും അവന്റെ ആത്മാവ് നഷ്ടം പോയാൽ എന്ത് പ്രയോജനമാണുള്ളതെന്ന് നമ്മൾക്കറിയാം. ആശുപത്രിയിൽ കിടക്കുന്നവര്, വെന്റിലേറ്ററിൽ കിടക്കുന്നവര്, എത്രയോ പേര് ഓക്സിജന് വേണ്ടിയിട്ട് വില കൊടുക്കുന്നു. 1 മണിക്കൂർ നേരത്തേന് എത്ര രൂപ കൊടുക്കണം, എത്ര വിലയാണ് കൊടുക്കുന്നത്? എന്നാൽ നമ്മൾ ജനിച്ച കാലം മുതൽ ഇന്ന് വരെയും നമ്മൾ എപ്പോ വരെ ജീവിക്കുന്നു, അത്രയും നാൾ നമ്മൾ ഒരു തടസ്സവുമില്ലാതെ ശ്വാസം വിടുകയും എടുക്കുകയും ചെയ്യുന്നു. ശ്വാസം നിലച്ചു പോകുന്നില്ല. അത് ദൈവത്തിന്റെ കൃപയൊന്നു മാത്രമാണ്, ദൈവത്തിന്റെ കരുണയൊന്നു മാത്രമാണ്,
ദൈവത്തിന്റെ ദാനം ഒന്ന് മാത്രമാണ്. നമ്മൾ വില കൊടുക്കുന്നുണ്ടോ? നമ്മളൊന്നും ചെയ്യുന്നില്ല. നമ്മൾക്ക് സൗജന്യമായി തരുന്നതാണ്. സൗജന്യമാണ് രക്ഷയും. അതുകൊണ്ട് സൗജന്യ രക്ഷ പ്രാപിക്കുക. നമ്മൾക്ക് തരുന്നതെല്ലാം സൗജന്യമാണ്. ദൈവം ഈ ലോകത്തിനെ സൃഷ്ടിച്ചു. ലോകത്തിലുള്ളതെല്ലാം ദൈവം സൃഷ്ടിച്ചു. നമ്മളെ സൃഷ്ടിച്ചു. നമ്മൾ ദൈവത്തിനായി ജീവിക്കുക. ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തോട് കൂടെ ആയിരിക്കുക. വിശ്വസിച്ചാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിലാണ് അകപ്പെടും. ദൈവത്തെ മറക്കുന്നവരെ ഇത് ഓർത്തോളൂ. ഞാൻ നിങ്ങളെ കീഴ്ക്കളയും. വിടുവെപ്പാൻ ആരും ഉണ്ടാകുകയില്ല. ദൈവമില്ല എന്ന് പറയുന്നത് മൂഢനാണ്. ദൈവമുണ്ട്. ദൈവം ജീവനുള്ള ദൈവമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ വിളിച്ചു പറയുന്നത് ദൈവത്തിൽ ആശ്രയിക്കുക എന്ന്. ദൈവം നമ്മളെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരേ ഒരു ദൈവം നസറേയനായ യേശു മാത്രമാണ്. അതുകൊണ്ട് ആകാശത്തിന്റെ കീഴിൽ ഭൂമിയിൽ മാനവരക്ഷയ്ക്കായി യേശു എന്ന നാമമല്ലാതെ വേറൊരു നാമവും നമ്മുടെ ഇടയിൽ ഇല്ല, ഈ ലോകത്തിലില്ല. ദൈവത്തിന്റെ വചനം ഒരു നാളും മാറിപ്പോകുകയില്ല. എന്നാൽ ഈ ലോകമെല്ലാം മാറിപ്പോകും. ആകാശം മാറും, ഭൂമിയും മാറും, ലോകത്തിലുള്ളതെല്ലാം നശിച്ചു പോകും. എന്നാൽ ദൈവവചനം ഒരു നാളും അതിന്റെ വള്ളിക്കോ പുള്ളിക്കോ ഒന്നും മാറ്റം വരികയില്ല. ദൈവവചനം എന്നേക്കും നിലനിൽക്കും. ആ വചനത്തിൽ ആശ്രയിച്ച് നമ്മൾ ജീവിക്കുക. ദൈവത്തിൽ ആശ്രയിക്കുക. ദൈവം നമ്മളെ സന്തോഷം തരും, സമാധാനം തരും. നമ്മളെ രക്ഷ പ്രാപിക്കണമെങ്കിൽ ദൈവത്തിൽ ആശ്രയിച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ഈ ലോകം മുഴുവൻ നേടിയാലും നമ്മുടെ ആത്മാവ് നഷ്ടമായതുകൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത്? അതുകൊണ്ട് നമ്മുടെ ആത്മാവ് നഷ്ടമാകാതെ നിത്യജീവൻ പ്രാപിക്കുക. നിത്യജീവൻ തരുന്ന ഒരേ ഒരു ദൈവം നസറേയനായ യേശു. ആ യേശുവിൽ വിശ്വസിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ച് നമ്മുടെ കുഞ്ഞുമക്കൾക്കും പ്രാർത്ഥന പറഞ്ഞു കൊടുത്ത് ദൈവത്തെ കൊടുക്കുക. നമ്മൾ എത്ര സമ്പാദ്യം കൊടുത്താലും, എത്ര ഉന്നത വിദ്യാഭ്യാസം കൊടുത്താലും, എത്ര വലിയുള്ള ജോലി വാങ്ങിക്കൊടുത്താലും അതുകൊണ്ടൊന്നും പ്രയോജനമില്ല. ഈ ലോകത്തിൽ നശിച്ചു പോയാൽ എന്താണ് പ്രയോജനമുള്ളത്? നമുക്കറിയാം, നമ്മൾ ഈ ലോകത്തിൽ സമ്പാദിക്കുന്നു, അധ്വാനിക്കുന്നു, എന്തെല്ലാം കൂട്ടിവെക്കുന്നു. പക്ഷെ അതൊന്നും നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകാൻ സാധിക്കുകയില്ല. ഒന്നും ആരും കൊണ്ടുപോകില്ല. നമ്മൾ ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ ഒന്നും കൊണ്ടുവരുന്നില്ല. അതുപോലെ തന്നെയാണ് ഈ ഭൂമിയിൽ നിന്ന് പോകുമ്പോൾ ആരും ഒന്നും കൊണ്ടുപോകുകയില്ല. അതുകൊണ്ട് നമ്മൾ ഈ ഭൂമിയിൽ എത്ര അധ്വാനിച്ചാലും ബൈബിൾ പറയുന്നു, അതുകാലത്തെ എഴുന്നേൽക്കുന്നതും നന്നാ താമസിച്ച് കിടക്കാൻ പോകുന്നതും കഠിനാധ്വാനം ചെയ്ത് ഉപജീവിക്കുന്നതും വ്യർത്ഥം അത്രയെന്ന് ഒന്ന് ഓർക്കുക. എത്ര കഠിനാധ്വാനം ചെയ്താലും അതെല്ലാം വ്യർത്ഥമല്ലേ? നമ്മൾ അധ്വാനിച്ചു വെക്കുന്നു, ആരനുഭവിക്കുന്നു, ആരറിയുന്നു? ഇതൊന്നും നമ്മൾ കൊണ്ടുപോവുകയില്ല. എന്നാൽ ഒന്നോർക്കുക, നിത്യജീവൻ പ്രാപിക്കാൻ, ദൈവസ്നേഹത്തിലായിരിക്കാൻ, ദൈവത്തോടു കൂടെ ആയിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക, പ്രാർത്ഥിക്കുക, വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിലാകപ്പെടും. അതുകൊണ്ട് ശിക്ഷാവിധി കാണുമോ, രക്ഷ പ്രാപിക്കണമോ, നമ്മൾ തന്നെ തീരുമാനിക്കാം. ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ഏത് വഴി തെരഞ്ഞെടുക്കണമെന്ന് കർത്താവ് വെച്ചിട്ടുണ്ട്. ഇടുക്ക് വഴിയുമുണ്ട്, വിശാല വഴിയുമുണ്ട്. ഏത് വഴിയിൽ കൂടെ പോകണം? ഇടുക്ക് വഴിയിൽ കൂടെ പോകുന്നവര് ചുരുക്കമാണ്. അത് തെരഞ്ഞെടുക്കുന്നവരും ചുരുക്കം തന്നെയാണ്. എന്നാൽ വിശാല വഴി ഈ ലോകത്തിന്റെ വഴിയാണ്. ആ ലോകത്തിൽ കൂടെ പോകുന്നവര് നശിച്ചു പോകും. അത് നാശത്തിന്റെ പാതയാണ്, മരണമാണ് അതിന്റെ മുന്നിലുള്ളത്. എന്നാൽ ഇടുക്ക് വഴിയിലൂടെ പോകുന്നവർ ജീവരക്ഷ പ്രാപിക്കും. ജീവന്റെ വഴിയാണ്. ഇടുക്ക് വഴി വേണമോ, ഇടുക്ക് വഴി ഇടുക്കവും ഉള്ളു നിറഞ്ഞതും കയ്പും വേദനയോടും പ്രയാസങ്ങളും ഒക്കെയാണ്. എന്നാൽ അവിടെയും ഉണ്ട് സന്തോഷവും സമാധാനവും സൗഖ്യവും തരുന്ന ഒരു ദൈവം, നമ്മളെ രക്ഷിക്കുന്ന ദൈവം. ആ ദൈവമാണ് നസറേയനായ യേശു. എന്നാൽ വിശാല വഴി ഈ ലോകത്തിന്റെ വഴിയാണ്. ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകും. എന്നാൽ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നവന് എന്നേക്കും നിലനിൽക്കുമെന്നാണ് ദൈവം പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ വിളിച്ചു പറയുന്നത്, ദൈവത്തിന്റെ ഇഷ്ടം ചെയ്ത്, ദൈവത്തിൽ ആശ്രയിച്ച്, ദൈവത്തോട് പ്രാർത്ഥിച്ച്, വിശ്വസിച്ച് ദൈവത്തിലായിരിക്കുക. ദൈവം നമ്മളെ സഹായിക്കും, അനുഗ്രഹിക്കും. നിത്യജീവൻ വേണമോ, മരണം വേണമോ, ഏതാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്? ഈ ലോകത്തിൽ മരിച്ചു പോകുന്നതല്ല, നമ്മൾ നിത്യജീവൻ പ്രാപിക്കണം. മരിച്ചാലും പിന്നെയും ഒരു ജീവിതമുണ്ട്. ആ നിത്യജീവൻ തരുന്നത് യേശു കർത്താവ് മാത്രമാണ്. അതുകൊണ്ട് യേശു കർത്താവിൽ ആശ്രയിക്കുക, വിശ്വസിച്ച് സ്നാനമേൽക്കുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിലാകപ്പെടും. അതുകൊണ്ട് രക്ഷ പ്രാപിക്കാൻ നോക്കണമേ, ദൈവത്തിൽ ആശ്രയിക്കണമേ, ദൈവം വിളിക്കേൾക്കണമേ. നിങ്ങളെ ഓരോരുത്തരെയും വിളിക്കുകയാണ്. നിങ്ങളുടെ ഹൃദയം തുറന്നു കൊടുത്ത് ദൈവത്തെ സ്വീകരിക്കണമേ. ആ ഹൃദയമാകുന്ന വാതിലൊന്ന് തുറന്നാൽ മതി. ആ ഹൃദയത്തിലാണ് ദൈവം വസിക്കുന്നത്, വേറൊന്നും വസിക്കുന്നില്ല. നമ്മുടെ ഹൃദയത്തിലാണ് നമ്മുടെ ദൈവം വസിക്കുന്നത്. നമ്മുടെ
നമ്മുടെ ദൈവത്തിന്റെ മന്ദിരമാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തെ സ്വീകരിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ച് ദൈവത്തിൽ വിശ്വസിച്ച് ആയിരിക്കുന്നവർക്ക് രക്ഷ പ്രാപിക്കാൻ സാധിക്കും. എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ, മാതാപിതാക്കളെ, കുഞ്ഞുമക്കളെ, നിങ്ങൾ സമാധാനമില്ലാത്തവരാണോ? രോഗത്താൽ ഭാരപ്പെടുന്നവരാണോ? കടഭാരത്താൽ വലയുന്നവരാണോ? എന്ത് ബാധ്യതകളാണായാലും നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക. യേശു കർത്താവിനോട് പ്രാർത്ഥിക്കുക. യേശു കർത്താവ് വിടുവിക്കും, സന്തോഷം തരും, സമാധാനം തരും. അവൻ അത്ഭുത മന്ത്രിയാണ്, വേദന ദൈവമാണ്, നിത്യപിതാവാണ്, സമാധാനത്തിന്റെ പ്രഭുവാണ്. എല്ലാം യേശു ക്രിസ്തുവിന്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ ജീവനുള്ള ദൈവമായതുകൊണ്ട് നമ്മളെ സംരക്ഷിക്കുകയും സഹായിക്കുകയും ചെയ്യും. എന്റെ വാക്ക് കേട്ട് എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. ആമേൻ.